സാറേ നമസ്കാരം. നമസ്കാരം. ഫക്രുദ്ദീൻ സാറിന് കേരള സ്പീക്കിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ ഡൽഹി തെരഞ്ഞെടുപ്പാണ്. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ പരാജിതനായി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വനവാസം ഇനി ആരംഭിക്കുമോ അതോ അദ്ദേഹം തിരികെ വരുമോ? വനവാസം ആരംഭിക്കില്ല. ഇതങ്ങനെ ഒരു വലിയ തോൽവിയൊന്നുമല്ലല്ലോ. തോൽവി പ്രതീക്ഷിച്ചിരുന്നോന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ബജറ്റ് വരുന്നതിന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിൻ്റെ തോൽവി പ്രതീക്ഷിച്ചിട്ടില്ല. അയാൾ ജയിക്കുന്ന ഞാൻ വിചാരിച്ചു. ഈ ബജറ്റ് ഇതൊരു വാട്ടർഷെഡ് മൊമെൻ്റ് ആയിരുന്നു. ബജറ്റ് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് സത്യമാണ്. അപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും വലിയ ഒരു അസറ്റ് എന്ന് വെച്ചാൽ അദ്ദേഹം ഡെലിവർ ചെയ്യുന്നൊരു മുഖ്യമന്ത്രി. ഹി ക്യാൻ ബി കമ്പയറബിൾ ടു പിണറായി വിജയൻ, സ്റ്റാലിൻ, ബിജു പട്നായിക് ആൻഡ് ഓഫ് കോഴ്സ് നരേന്ദ്രമോദി. ഡെലിവർ ചെയ്യുന്നുണ്ട്. ഈ ഡെലിവർ ചെയ്യുമ്പം ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. സർക്കാർ ജനങ്ങളിലെത്തുന്നു. ജലബോർഡിലെ അഴിമതി കുറയുന്നു, ഈ വാട്ടറിൻ്റെ നിരക്ക് കുറയുന്നു, അതുപോലെ പാവങ്ങൾക്ക് വാട്ടർ ഫ്രീ ആയി കൊടുക്കുന്നു, വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വലിയ താരിഫുകൾ കുറയുന്നു, ജനങ്ങൾക്ക് അഫോർഡബിൾ ആകും. പിന്നെ സ്കൂളുകൾ, അവിടെ പാവപ്പെട്ട പിള്ളേർ പഠിക്കുന്ന ചേരികളിലുള്ള ആളുകൾ ലോവർ മിഡിൽ ക്ലാസ്സാണ് ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്കൂളുകളിൽ ലോകത്തിൻ്റെ നിലവാരത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ ഗവൺമെൻറ് ഇടപെടലുണ്ടാകും. ഞാനിടയ്ക്ക് ഡൽഹിയിൽ പോയ സമയത്ത് ഗജ്രി ടൊമാറ്റോ കിലോ 20 റുപ്പീസ് എങ്കിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ജനങ്ങളുടെ നിത്യനിദാന പ്രശ്നങ്ങൾ പല കമ്മ്യൂണിസ്റ്റുകാരെ പോലെ ഇടപെടുകയും അത് പരിഹരിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു അസറ്റ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തോൽക്കേണ്ട ഒരാളായിരുന്നില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങൾ വരുന്നു. അദ്ദേഹം ജയിലിൽ കിടക്കുന്നു. അവിടുത്തെ മാലിന്യ, അതായത് ഏറ്റവും മലിനീകരണം, ആ വായു മലിനീകരണം, അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നു. പിന്നെ റോഡിൻ്റെ പണി, തുടർന്നുകൊണ്ടേയിരിക്കുന്ന റോഡ് പണി, ഇങ്ങനെ ഒത്തിരി ഘടകങ്ങൾ അദ്ദേഹത്തിനെതിരായി മാറിയില്ലേ അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലം 50 കോടിയോ മറ്റോ ചെലവഴിച്ചാണ് അദ്ദേഹം കൊട്ടാര സമാനമായി അത് നവീകരിച്ചത്. അപ്പോൾ സാധാരണക്കാരൻ്റെ, അതായത് ഒരു മാരുതി കാറിൽ വന്നിറങ്ങിയ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം ഭരണം പിടിക്കുന്നു. അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ രീതികളൊക്കെ മാറിപ്പോയി എന്ന് ജനത്തിന് തോന്നി. അങ്ങനെ തോന്നിപ്പിക്കാൻ BJP ഉൾപ്പെടെയുള്ള കോൺഗ്രസ് അവിടെ നിൽക്കുമ്പോഴും, കോൺഗ്രസ് അല്ല, അരവിന്ദ് കെജ്രിവാളും BJPയും തമ്മിലായിരുന്നല്ലോ മത്സരം. BJPക്ക് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും നമ്മൾ കാണേണ്ടതില്ലേ? അല്ല, അങ്ങനെയല്ല. ഒന്ന്, ഈ പറയുന്ന അഴിമതി ആരോപണം ആർക്കെതിരെയും വരാം. അത് തെളിവുണ്ടോ, കോടതി ആ തെളിവ് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രധാനം. അത് ആർക്കെതിരെ ആരെയും ട്രാപ്പ് ചെയ്യാൻ പറ്റും. ബാലകൃഷ്ണ പിള്ള സാറിൻ്റെ പേരിൽ അതേ അഴിമതി ആരോപണത്തിൽ ജയിലിൽ കിടന്ന ഒരാളാണ്. വേറെ നാട് സുഖറാമാണ്. ഞാൻ പിള്ള സാറിനോട് സംസാരിച്ച സമയത്ത് പിള്ള സാർ ആ കേസിൽ മനസ്സാക പോലുമില്ല. ഏതോ ഉദ്യോഗസ്ഥന് ഒപ്പിച്ച പണിയാണ്. കേരള കോൺഗ്രസ് ഇന്ത്യയുടെ പക്ഷേ അവസാനം പിള്ള സാർ ജയിലിൽ കിടക്കേണ്ടി വന്നു. പക്ഷേ അത് പിള്ള സാർ കിടന്നു എന്നുള്ളതുകൊണ്ട് അഴിമതി കേസ് എന്ന് നമുക്കത് പറയാം. അത് കിടന്നു എന്നുള്ളത് ജയിലിൽ കിടക്കേണ്ടി വന്നു ഫൈനലി. അത് ശരിയാണ്. അദ്ദേഹത്തിനെ പോലുള്ള ഒരാൾക്ക് ഇടമലയാർ കേസിൽ അതിൻ്റെ ആവശ്യമില്ല. കേരള കോൺഗ്രസിൽ ഉൾപ്പാർട്ടി പ്രശ്നമായിരുന്നു. അങ്ങനെ അരവിന്ദ് കെജ്രിവാളിന് കോടതി വിധി വന്നില്ല. കോടതി വിധി വന്നാൽ നമുക്ക് ഓക്കെ എന്ന് പറയാം. അപ്പോൾ ഇത് നമുക്കറിയാമല്ലോ. നിങ്ങൾ എന്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു അതേ സാധനം ഉപയോഗിച്ച് നിങ്ങളെ മുഖയിൽ നശിപ്പിക്കാനുള്ള രാഷ്ട്രീയത്തിൽ നിന്നാണ്. ഇപ്പോൾ ജീസസ് ആളുകളെ നേർവഴി നടത്താൻ വന്ന ആളായിരുന്നു. പക്ഷേ ജീസസിനെ കുറിച്ച് ആളുകളെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഇതിന് വലിയ ആരോപണം ജീസസിനെതിരെ വരാനുണ്ടോ? ആളുകളെ വഴിതെറ്റിക്കുന്നു. അതാണ് ഇന്ന് ആരോപണം. മനസ്സിലായില്ലേ? അതേപോലെയാണ് ഈ കോടതി വിധി വരുന്നവരെ ഞാൻ ഈ ആരോപണം ആ രീതിയിലേ കാണുന്നുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, അവിടുത്തെ റോഡുകളുടെ പണി നീണ്ടുന്നുണ്ട്. റോഡുകളുടെ പണി റിയാസ് പറഞ്ഞതിൻ്റെ ആകാശത്ത് നിന്ന് ഫിറ്റ് ചെയ്ത് ആക്കാൻ പറ്റും. ഡൽഹിയിലെ ഗലികളിലൂടെയുള്ള റോഡുകളെല്ലാം തന്നെ പിന്നെ ഭയങ്കര മോശം കണ്ടീഷനിലാണ്. എസ്പെഷ്യലി ഈ നമ്മുടെ ഈ ലാൽക്കില എന്ന് വെച്ചാൽ റെഡ് ഫോർട്ട് സൈഡൊക്കെ. അതോരോ നന്നാക്കി എടുക്കാൻ കുറച്ച് ടൈം എടുക്കില്ല. പിന്നെ അവിടുന്ന് കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വേണം. സംസ്ഥാന ഗവൺമെൻറ് ചെയ്യുന്നെങ്കിൽ പോലും വിവിധ തരത്തിലുള്ള നൂലാമാലകൾ കിടക്കുന്നുണ്ട്. അതൊരു വിഷയമാണ്. പിന്നെ തൊഴിലില്ലായ്മയുടെ ഒരു പ്രശ്നമുണ്ട്. വാഗ്ദാനം പാലിക്കാൻ പറ്റില്ല. തൊഴിലില്ലായ്മ എന്ന് ഒരാൾക്ക് ഒരു ദിവസം കൊണ്ട് പാലിക്കാൻ പറ്റുന്നതല്ല. അത് കുറച്ച് ടൈം എടുക്കും അതിൻ്റെ കാര്യങ്ങൾ. അപ്പം പരമാവധി അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇതൊരു പുതിയ പാർട്ടിയാണ്, കുറച്ച് ടൈം എടുക്കില്ലേ. അവർ വലിയ രീതിയിൽ ഡെലിവർ ചെയ്യാൻ ശ്രമിച്ചൊരു പാർട്ടിയാണ്, ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെപ്പാട് അദ്ദേഹത്തിന് ഞാൻ കാണുന്ന ക്രെഡിബിളായിട്ട് ആരോപണം ആ ഒരു വീട് മോഡ് പിടിപ്പിച്ച. അതിൽ നിങ്ങൾ പറയുന്ന പോലെ ഒരു ഭീകര കോൺട്രഡിക്ഷൻ ഉണ്ട്. ഒരു വാഗണ കാറിൽ വന്നിറങ്ങി റെയ്നോൾഡ് സ്പെന്നും പോക്കറ്റ് കുത്തി നടന്നിട്ടുള്ള അദ്ദേഹം ആ ആഡംബരം കാണിച്ചത് അതൊരു യാഥാർത്ഥ്യമായിരിക്കും. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പം ജോൺ ഒരുപാട് തെറ്റൊന്നും ചെയ്യണ്ട. ജോൺ ഒരു തെറ്റ് ചെയ്താൽ മതി. പിന്നെ ജോൺ എന്ത് തെറ്റ് ചെയ്താൽ നാട്ടുകാർ മൊത്തം അത് ജോണാന്ന് പറയും. ഇങ്ങനെ പ്രശ്നമുണ്ട്. അപ്പോൾ ഈ അഴിമതി ആരോപണം BJP ഗുണകരമായി മാറി അദ്ദേഹത്തിന് വന്ന് ഈ ഒരു സ്ട്രാറ്റജിക് മിസ്റ്റേക്കാണ്.
അപ്പോൾ അതിലൊരു കാര്യമുണ്ട്. അത് പക്ഷേ ഞാൻ വിചാരിച്ചത് അതും ഇലക്ഷന് നിങ്ങളെന്താ അഴിമതി നടത്തിയോ അല്ലെങ്കിൽ നാട്ടുകാർ നോക്കി, നിങ്ങൾക്ക് ഗുണം കിട്ടുന്ന ആളുകളാണെങ്കിൽ നാട്ടുകാർ വോട്ട് ചെയ്യും. അതാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. അതൊന്നും ഇപ്പം ആളുകൾ ചിന്തിക്കുന്നേ ഇല്ല. അല്ല, എന്നാലും തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഓരോ രാഷ്ട്രീയ പാർട്ടി ഉയർത്തിക്കൊണ്ടുവരുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ, ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ ആളുകളെ വോട്ടർമാരെ സ്വാധീനിക്കില്ലേ? അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ അഴിമതി വിരുദ്ധത. ഇപ്പം ഇന്ത്യയിൽ അഴിമതിയില്ലേ? ഇപ്പം നരേന്ദ്രമോദിനെയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനെ അധികാരത്തിലേറ്റിയത് UPA സെക്കൻഡിൻ്റെ സമയത്തുണ്ടായ അഴിമതി ആരോപണങ്ങളും ഡൽഹി റേപ്പ് കേസോ അതിനെക്കാട്ടും ഭീകരമായ എന്തൊക്കെ റേപ്പ് ഉത്തരേന്ത്യയിലാണെന്ന് ഡൽഹിയിൽ നടന്നു. എന്ത് സംഭവങ്ങളൊന്നും ഉണ്ടാകത്തു? എന്തൊക്കെ അഴിമതി ആരോപണങ്ങൾ വന്നു, റഫേൽ അടക്കം. ഇത് പറയുന്നതിന് പ്രതിപക്ഷത്തിന് അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ സമയത്ത് അങ്ങനെ ഒരു പ്രതീതി ഉണ്ടായി. കോൺഗ്രസ് മൊത്തം അഴിമതിയാണ്, ഒന്നിന് പോയാൽ ഒന്നിന് അഴിമതി വന്നു എന്നുള്ളത്. ഇതൊക്കെ ഒരു കേന്ദ്രത്തിൽ നിന്ന് വരുന്നതാണ്. അഴിമതി ഉണ്ടായിരിക്കാം, അത് ഫൈനലി കോടതി വിധി വരട്ടെ. BJPക്ക് നന്നായി ഡിഫെൻഡ് ചെയ്യാൻ പറ്റി. മാത്രമല്ല നരേന്ദ്രമോദി അഴിമതി നടത്തുന്ന ഫീൽ ഉണ്ടായി. കോൺഗ്രസ്സുകാർ അഴിമതി നടത്തുമെന്നുള്ള ഫീൽ നാട്ടുകാരുണ്ട്. ഈ പ്രതീതികളാണ് പ്രശ്നം. ഈ പ്രതീതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ ഒരു സംഭവം വന്നതാണ് ശീഷ് മഹൽ, അങ്ങേരുടെ കണ്ണാടി കൊട്ടാരം. അതങ്ങേരിക്ക് വന്ന സ്ട്രാറ്റജിക്കൽ മിസ്റ്റേക്ക്. എങ്കിൽ പോലും അങ്ങേര് വരേണ്ടതായിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ ഈ ബജറ്റ് ഒരു ഭയങ്കര അടിയായി. ഈ ബജറ്റ് എന്നും അദ്ദേഹത്തിൻ്റെ വോട്ടർമാർ ഈ കോമൺ സാധാരണക്കാർ അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നു. പിന്നെ ലോവർ മിഡിൽ ക്ലാസ് ആളുകളുണ്ട്. അവർക്ക് ഡൽഹിയിൽ 1 ലക്ഷം രൂപ വരെ ശമ്പളമൊക്കെ പൊതുവെ കിട്ടുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ എക്സംഷൻ ഉണ്ടല്ലോ, വലിയ ഏതാണ്ട് 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ അവർക്ക് ലാഭിക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് സഹായം ചെയ്യുന്ന ഒരു ഗവൺമെൻറ് ഒരാൾക്കെതിരെ നിങ്ങൾ വോട്ട് ചെയ്യും. അത് കൃത്യമായ പ്ലാനിങ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഡബിൾ എൻജിൻ സർക്കാർ എന്നുള്ളത് കൃത്യമായി അവിടെ ആ മുദ്രാവാക്യം അവിടെ ഇദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇദ്ദേഹം പറയാമെന്ന് വെച്ചാൽ അത് കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കുന്നില്ല എന്നാണ്. അവിടെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ സെൻട്രലിൻ്റെ കയ്യിലാണ്, സെൻട്രൽ ഗവൺമെൻറ് കയ്യിലാണ്. അപ്പം നാട്ടുകാർ ചോദിക്കുന്ന പിന്നെ ഒരു കാര്യം ചെയ്യുക, ഓൾറെഡി BJP ഡെലിവർ ചെയ്ത് കാണിച്ചു, എന്നാൽ അവർക്ക് വോട്ട് ചെയ്തേക്കാം. അതാണ് ഈ ഡബിൾ എൻജിൻ സർക്കാർ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ലോക്കലായിട്ട് ഈ ആളുകൾ പിന്നെ അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഫേസസിനാണ് വോട്ട് ചെയ്യുക. BJP ഇപ്പം ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ നാട്ടുകാരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളതായിരുന്നു ജനപിന്തുണയോടെയുള്ള. BJP ഇത്തവണ അതേ തന്ത്രം പറ്റി. അപ്പം അത് പ്ലസ് ഈ മിഡിൽ ക്ലാസ് വോട്ട് ചെയ്യാൻ പോയില്ല. ഈ ചേരികളിലെ പാവങ്ങളൊക്കെയാണ് അവിടെ വോട്ട് ചെയ്യാൻ പോയിരുന്നത്. ഈ ബജറ്റിന് ആനുകൂല്യം കിട്ടിയപ്പോൾ ഈ മിഡിൽ ക്ലാസ് വോട്ട് ചെയ്യാൻ പോയി. അവർക്ക് മോഡിക്ക് തിരിച്ച് നന്ദി പറയണമല്ലോ. പിന്നെ മാത്രമല്ല അവരും ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി നടപ്പിലാക്കിയിട്ടുണ്ട്, ഇനിയിപ്പോൾ കൂടുതൽ നടപ്പിലാക്കില്ല എന്നാരും കണ്ടു. പിന്നെ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ എല്ലാം മോഡി മുടക്കി എന്നുള്ള ഈ ഒരു പല്ലവി അത് കേട്ടവർക്ക് മടുത്തിട്ടുണ്ടോ. അപ്പം കൂടുതൽ പ്രതീക്ഷകളോടുകൂടി കൂടുതൽ ഡെലിവർ ചെയ്യും എന്നുള്ള ഒരു തോന്നലിൽ നിന്നാണ് അവർ വോട്ട് ചെയ്തത്. ആം ആദ്മി പാർട്ടിക്ക് ഈ കാലത്തിൻ്റെ ചുവരെഴുത്ത് വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കിയെന്ന് അവർ കോൺഗ്രസുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിരുന്നു. കോൺഗ്രസുമായിട്ട് ടൈപ്പ് ഉണ്ടായിരുന്നു, ഒരുപക്ഷെ അവർക്ക് ഭരണം നിലനിർത്താൻ പറ്റുമായിരുന്നു. പക്ഷേ കോൺഗ്രസ് പറയുന്നത് അങ്ങനെയല്ല, അതൊരു കോൺഗ്രസിൻ്റെ ഒരു പ്ലാൻ ആയിരുന്നു. കാരണം കോൺഗ്രസ്സിന് ആം ആദ്മി പാർട്ടിയെ എങ്ങനെയും ഇല്ലാതാക്കണം. കാരണം കോൺഗ്രസിൻ്റെ വോട്ടാണല്ലോ ആം ആദ്മി പാർട്ടി പിടിച്ചുകൊണ്ട് പോയത്. അപ്പോൾ അവർക്ക് അവിടെ തിരികെ വരണമെങ്കിൽ അങ്ങനൊരു സഖ്യത്തിലേക്ക് പോകാതെ ഒറ്റയ്ക്ക് നിൽക്കണം. ഇത്തവണ പരാജയപ്പെട്ടാൽ പോലും അടുത്ത തവണ ഈ ആം ആദ്മി പാർട്ടിയുടെ വോട്ട് തിരികെ കോൺഗ്രസ്സിലേക്ക് എത്തും എന്നാണ് അവരുടെ രാഷ്ട്രീയ തന്ത്രജ്ഞർ പറയുന്നത്. അവർ ആം ആദ്മി പാർട്ടി ഇവർക്ക് തലവേദനയാണ്. കാരണം വെച്ചാൽ ഗുജറാത്തിൽ അവരുടെ തോൽവി, ഈ ഒരു വലിയ പങ്ക് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അവരുടെ തോൽവിക്ക്. അപ്പം ആം ആദ്മി പാർട്ടി അവരുടെ കോമൺ പബ്ലിക് എനിമിയാണ്. BJPയുടെയും കോൺഗ്രസിൻ്റെയും പബ്ലിക് എനിമിയാണ്. മാത്രമല്ല ആം ആദ്മി പാർട്ടി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ഒരുപക്ഷെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിരുന്നെങ്കിൽ നാഷണൽ പൊളിറ്റിക്സിൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് രാഹുൽ ഗാന്ധി ഒരുപക്ഷെ സമ്മതിക്കുമായിരുന്നു അലയൻസിന്. പക്ഷെ അവർ അലയൻസ് തയ്യാറായില്ല. ഡൽഹി ഞങ്ങളുടെ സ്വന്തം എന്ന രീതിയിലാണ് അവർ പെരുമാറുന്നത്. അപ്പോൾ കോൺഗ്രസ് ഇവരായിട്ട് അലയൻസ് വന്നതിന് കുറച്ചുകൂടി വരെ കാര്യം മെച്ചപ്പെടുമായിരുന്നു. അമിതമായ ആത്മവിശ്വാസമായിരുന്നു. ഡെലിവർ ചെയ്തു എന്നുള്ള ആത്മവിശ്വാസം, പിന്നെ സഹതാപതരംഗം ഉണ്ടാവും എന്നുള്ള ആത്മവിശ്വാസം, ഇത് രണ്ടും വർക്കൗട്ട് ആയിട്ടില്ല എന്നുള്ളതാണ് പ്രധാനം. എനിക്കെന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ആ ചിത്രം തെളിഞ്ഞതാണ്. അത് ഒരുപക്ഷെ അരവിന്ദ് കെജ്രിവാൾ ലോക്സഭാ ഇലക്ഷനിൽ അവിടെ മോഡിക്ക് കിട്ടുന്ന വോട്ടാണ്. അത് പിന്നെ നോക്കണ്ട. ഇത്തവണ മോഡി സംസ്ഥാനത്ത് കൂടി മോഡി എന്നുള്ളൊരു പേര് ഈ ബജറ്റോട് കൂടി വന്നു. ഈ ബജറ്റാണ് ഇതിൽ ഏറ്റവും നിർണായകമായത്. 2 അരവിന്ദ് കെജ്രിവാളിൻ്റെ ശീഷ് മഹൽ നിർമ്മാണം, ഈ 2 ഫാക്ടറാണ് പ്രധാനമായിട്ടും. വേറെ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അരവിന്ദ് കെജ്രിവാൾ ഒരു എല്ലാ രാഷ്ട്രീയക്കാരും പോലെയൊക്കെ തന്നെയാണ്, വേറിട്ട വ്യക്തിത്വമൊന്നും അല്ലാന്ന് ജനത്തിന് തോന്നിക്കാണോ എന്നൊരു ഫീൽ ഉണ്ടായിട്ടുണ്ട് ശീഷ് മഹൽ. അതിൻ്റെ കൂടെ ഈ ബാക്ക് ടു ബാക്ക് ആരോപണങ്ങളും കൂടി വന്നപ്പോൾ സീൽഡായി എന്നുള്ളതാണ്. എങ്കിൽ പോലും വലിയ പരാജയമൊന്നുമല്ല, 25 സീറ്റ് കിട്ടിയില്ലേ. അല്ല, അവരെ സംബന്ധിച്ച് കഴിഞ്ഞ ഓരോ തവണ 67 സീറ്റൊക്കെ എങ്കിൽ പോലും തകർന്ന് തരിപ്പണായിട്ടില്ലല്ലോ. അതൊരു വലിയ ഘടകമാണ്. തകർന്ന് തരിപ്പണായില്ല. അവർ ഇപ്പോഴും തിരിച്ചു പിടിക്കാനുള്ള സാധനങ്ങൾ അവരുടെ കയ്യിലുണ്ട്.
പക്ഷേ ഇനി കുറച്ചും കൂടി അവരുടെ കേഡർ സ്വഭാവം ശക്തിപ്പെടുത്തി കുറച്ചും കൂടി ഒന്ന് ഓറിയൻറ്റ് ചെയ്യുകയും വേണം. ഭരണമില്ലെങ്കിൽ ഈ നേതാക്കന്മാരെല്ലാം തിരികെ വന്ന അങ്ങനെയല്ല, അങ്ങനെ ഭരണമില്ലെങ്കിൽ പോകുന്ന ആളുകളല്ലല്ലോ ആ പാർട്ടി ഉണ്ടാക്കിയത്. അല്ല, പലരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ ഇല്ല. അല്ല, അത് നോക്കണ്ട. പക്ഷെ ഉള്ളവർ അങ്ങനെ കുറേ തന്നെ അവർക്ക് ഇതിൽ കൂടുതൽ എന്ത് കിട്ടാനാ? അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളല്ല പാർട്ടിയുടെ ലീഡർഷിപ്പിലുള്ളത്. ഭരണമില്ലാത്ത കേജ്രിവാളിനെ BJP വെറുതെ എങ്ങനെ വിടുമെന്ന് തോന്നുന്നു. BJP ആൾ രക്തസാക്ഷി പരിവേഷം കൊടുത്ത് രക്ഷപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ലീഗൽ ഡ്യൂ പ്രോസസ്സിൽ നടക്കുകയുള്ളൂ. അവർക്ക് ലോക്സഭാ ഇലക്ഷൻ ഈ നിയമസഭാ ഇലക്ഷനായും പ്രധാനം. അതേതായാലും തീർന്നു കിട്ടി. ഇനി അവർ മര്യാദയ്ക്ക് ഭരിച്ചാൽ തന്നെ അവർക്ക് ഭരണം നിലനിർത്താൻ പറ്റും. അത് ചെയ്യാനായിരിക്കും BJP ശ്രമിക്കില്ല. ഇയാൾ രക്തസാക്ഷിയാക്കി ഒരു പാൻ ഇന്ത്യൻ പരിവേഷം കൊടുക്കാൻ അവർ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും കേജ്രിവാളിൻ്റെ കാരണം ഒരു തോൽവിയിൽ നിന്ന് അദ്ദേഹം പാഠം പഠിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാമല്ലോ. തോൽവിയുടെ ഭാരം അദ്ദേഹത്തെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു വലിയ പരാജയം ഒക്കെ അറിയുന്നത്. അത് മാത്രമല്ല, ആ ഒരു പാർട്ടി എന്ന് പറയുന്നത് കേജ്രിവാൾ മാത്രമായി പോയി ചുരുങ്ങി. ഇനി അതൊക്കെ മാറ്റിപ്പിടിക്കുമോ? നമുക്ക് അതും കൂടെ പറഞ്ഞു. ഇത്തരം പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ വ്യക്തി കേന്ദ്രീകൃതമായിരിക്കും. അത് കുറച്ചും കൂടി അവർ കേരളത്തിലൊക്കെ കുറച്ചുകൂടി സ്ട്രാറ്റജൈസ് ചെയ്യേണ്ടതായിരിക്കും. കേരളത്തിൽ ഒരു സ്കോപ്പുള്ള സ്ഥലമാണ്. പക്ഷേ കേരളത്തിൽ അവർക്ക് നേതാക്കന്മാരില്ല. എല്ലാവർക്കും നേതാക്കന്മാരാണോ? നമുക്കറിയാത്ത ഏതൊക്കെയോ ആളുകളാണ് അവരുടെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകളെ നേതാക്കന്മാരാക്കാൻ പറ്റണം. അവർ സ്കോപ്പുണ്ട്, പക്ഷെ അവരെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുള്ളത്. ഞാൻ BJPക്കെതിരെ ഇവിടെ ഒരു ശക്തമായ എതിർപ്പ് ഉണ്ടാവാൻ സാധ്യതയുള്ള അവരാണെന്ന് എനിക്ക് തോന്നുന്നത്. വേറെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ വീക്കാണ്. അപ്പോൾ എന്തായാലും കേജ്രിവാൾ പരാജയപ്പെട്ടിരിക്കുന്നു. BJP തിരികെ അധികാരത്തിൽ ഡൽഹിയിലേക്ക് വന്നിരിക്കും. കാരണം BJP സംബന്ധിച്ച് ഭരണസ്ഥിരാകേന്ദ്രത്തിൽ അവരുണ്ടായിരിക്കേണ്ടത് അവരുടെ ആവശ്യമായിരുന്നു. അവരത് നിറവേറ്റി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഇനി പുതിയ ഡൽഹിയാണോ ഇനി ഡൽഹി നിവാസികൾ കാണാൻ പോകുന്നത്? അതൊക്കെ കണ്ടെന്ന് വേണം. നമ്മൾ ഇപ്പം ചാടിക്കയറുന്നത് പറയുന്നതിൽ കാര്യമൊന്നുമില്ല. ഡൽഹി എന്ന് വെച്ചാൽ ഡെലിവർ ചെയ്താൽ മാത്രമേ അവർ വോട്ട് ചെയ്യുള്ളൂ. അതാണ് കാര്യം. ഇപ്പം ഡെലിവർ ചെയ്യുന്നതിൻ്റെ ഫീൽ അവർക്കുണ്ടാകണം. കാരണം അടിസ്ഥാന സൗകര്യങ്ങൾ നിറവേറ്റപ്പെട്ട ജനങ്ങളാണ് ഡൽഹി വാസികൾ നല്ലൊരു പങ്കും. അപ്പോൾ അവർക്ക് അടുത്ത ഘട്ടത്തിലേക്കുള്ള അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യാൻ പറ്റണം. അത് ചെയ്യാൻ പറ്റിയില്ല, വാക്ക് മാത്രമായി പോയാൽ അവർ ചിലപ്പോൾ മാറ്റി ചിന്തിക്കും. ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് എന്തായാലും അത് കാത്തിരുന്ന് കാണാം.